ഹായ് ഹലോ ഏഞ്ചൽ വോയിസിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്താഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്. നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ദിവസം നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. നിങ്ങളുടെ പേഴ്സൻ്റെ പേര് മനസ്സിൽ ചിന്തിക്കുക, മുഖം മനസ്സിലേക്ക് ഓർക്കുക. ഓക്കെ, ഓവറോൾ എനർജി എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ച് നല്ല രീതിയിലാണ് അവർ ഇന്ന് ചിന്തിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന നമ്പർ 1, 10 ആവർത്തിച്ചിട്ടുണ്ട്, 8 ആവർത്തിച്ചിട്ടുണ്ട്, 2, 9. ഇതാണ് ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സ്. ഓക്കെ, ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് ഏസ് ഓഫ് പെൻറ്റിക്കിളാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ മെസ്സേജ് ഒന്നുകിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ മെസ്സേജുകളെല്ലാം എടുത്ത് അവർ നോക്കുന്നുണ്ട്. ഇന്ന് വിഷു ആയതുകൊണ്ട് തന്നെ നിങ്ങൾ അവർക്ക് കഴിഞ്ഞ വർഷം വിഷു കൈനീട്ടം കൊടുത്തതിനെക്കുറിച്ച് അവർ ഓർക്കുന്നതായി കാണുന്നു. ഓക്കെ, നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കാം. അതുമായി ബന്ധപ്പെട്ട് അവർ ഓർക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഒരുപക്ഷെ ഫ്രണ്ട്സ് ആയിരിക്കാം. ഓക്കെ, ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും അവർക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമായിരിക്കും. ചിലപ്പോൾ നിങ്ങളോട് അവരുടെ ഇഷ്ടമൊന്നും അങ്ങനെ തുറന്ന് പറഞ്ഞിട്ടില്ലായിരിക്കാം. അവർക്ക് നിങ്ങളെന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ തന്നെയാണ്. കല്യാണം കഴിച്ച വ്യക്തികളാണെങ്കിൽ തന്നെയും നിങ്ങളെ ഒരു സൗഹൃദം, അതുപോലെ ഒരു സുഹൃത്തായിരിക്കണം. എപ്പോഴും വിവാഹം കഴിച്ചിരുന്നാൽ തന്നെയും പരസ്പരം സുഹൃത്തുക്കളായിരിക്കണം എന്നാണ് പറയുന്നത്. എങ്കിൽ മാത്രമേ അതിലൊരു സ്ട്രെങ്ത് കിട്ടുമുള്ളൂ എന്ന് പറയുന്നത് പോലെ അവർക്ക് നിങ്ങളൊരു സുഹൃത്തായിരുന്നു, അല്ലെങ്കിൽ അതിനും മുകളിലായിരുന്നു എന്ന് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. 10 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നത് നിങ്ങളെ ഒരുപാട് അവർ മിസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ പുറത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, അവരുമായിട്ട് പുറത്തൊക്കെ പോയിട്ടുള്ള നിമിഷമുണ്ടെങ്കിൽ അതെല്ലാം അവരുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്നുണ്ട്. ഓക്കെ, നിങ്ങളുമായിട്ട് അവരാദ്യം കണ്ടുമുട്ടിയ ദിവസത്തെക്കുറിച്ച് അവർ ഓർക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് എവിടെയെങ്കിലും അവർ ട്രിപ്പ് ഒക്കെ നിങ്ങൾ ഇപ്പം കറങ്ങാനൊക്കെ പുറത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, കുട്ടികളുമായിട്ടൊക്കെ പുറത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതേക്കുറിച്ചൊക്കെ അവർ ഓർക്കുന്നുണ്ട്. അവർക്ക് അതേക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് ഒരുപാട് സന്തോഷം ഫീൽ ചെയ്യുകയാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യമായി കണ്ട സമയത്ത് നിങ്ങൾ എത്രത്തോളം നല്ലൊരു സന്തോഷം അവർക്ക് നൽകിയിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചും ഒക്കെ അവർ ഓർക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 10 ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നത്? ഇവിടെ 10 ഓഫ് കപ്പ് ഒരുപാട് സന്തോഷം ഓർക്കുമ്പോൾ തന്നെ അത്രത്തോളം സന്തോഷത്തോടു കൂടി നിന്നിരുന്ന വ്യക്തികൾക്ക് അത്രത്തോളം ദുഃഖവും നിങ്ങൾക്ക് അവർ തന്നു എന്നും കൂടി ചിന്തിക്കുമ്പോൾ അവർക്ക് ഒരുപാട് ഭാരമാണ് തോന്നുന്നത്. ആ നല്ല രീതിയിൽ ഉണ്ടായിരുന്ന റിലേഷനെ പിഴുതു മാറ്റിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, നല്ല സ്നേഹമുണ്ടായിരുന്ന 10 ഓഫ് കപ്പാണ്. ഒരുപാട് സന്തോഷവും ദൈവിക അനുഗ്രഹവും ഒക്കെ ഉണ്ടായിരുന്നു. മറ്റുള്ളവരെ കൊതിപ്പിക്കുന്ന രീതിയിലുള്ള സന്തോഷങ്ങളെല്ലാം അവർ കാണുമ്പോഴത്തേക്ക് ഇതുപോലെ ഒരു റിലേഷൻ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പോലും, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നോക്കി അവരുടെ റിലേഷൻഷിപ്പിനെ കുറ്റം പറയുന്ന ഒരു സിറ്റുവേഷൻ വരെ ഉണ്ടായിരുന്ന അതേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് ബേർഡനും കരച്ചിലും വേദനയും ഒക്കെ തരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അവർ നിങ്ങളെ എത്രയൊക്കെ വേദനിപ്പിച്ചിട്ടും നിങ്ങൾക്ക് എത്രയൊക്കെ ഭാരം തന്നിട്ടും നിങ്ങൾ അവരെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. എത്രയൊക്കെ പിറകെ നടന്ന് നിങ്ങൾ അവരോട് കെഞ്ചിയിട്ടുണ്ട്, ഇച്ചിരി സ്നേഹത്തിന് വേണ്ടി കെഞ്ചിയിട്ടുണ്ട്. ഓക്കെ, അത്രത്തോളം നിങ്ങൾ എത്രത്തോളം സ്നേഹം യാചിക്കുന്നു അത്രത്തോളം ഭാരം അവർ നിങ്ങൾക്ക് തന്നിരുന്നു എന്ന് അവർ ഇപ്പോൾ ഓർക്കുന്നു. നിങ്ങൾ തിരിച്ച് അവരുടെ ലൈഫിലേക്ക് തിരിച്ച് വന്നെങ്കിൽ മാത്രമേ ഇനി അവരുടെ ജീവിതത്തിൽ ഒരു സ്ട്രെങ്ത് ഉണ്ടാകുകയുള്ളൂ എന്നവർ പറയുന്നുണ്ട്. ഓക്കെ, അവരുടെ മനസ്സിൽ അവർ ചിന്തിക്കുകയാണ്, ഇനി നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് ചെല്ലുന്നത് വരെയും അവരുടെ ലൈഫിൽ ഇതുപോലെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും, അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്ത കർമ്മഫലം അവരനുഭവിക്കേണ്ടി വരുമെന്നവർ ചിന്തിക്കുന്നുണ്ട്. അവർക്കൊരു മേൽഗതി പിടിക്കുന്നില്ല. നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് നല്ല സ്ട്രെങ്ത് ഉണ്ടായിരുന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ അവർക്ക് നിങ്ങൾ തിരിച്ച് വന്നെങ്കിൽ മാത്രമേ ഇനി അവരുടെ ജീവിതത്തിൽ ഒരു സ്ട്രെങ്ത് ഉണ്ടാകുകയുള്ളൂ എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 8 ഓഫ്
വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നത് നിങ്ങളെ കുറച്ചൊരു പാഠം പഠിപ്പിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി മാത്രമായിരുന്നു ഒന്ന് പിണങ്ങി മാറി നിന്നത്. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ തന്നെ അവരുടെ പിറകെ ചെല്ലുമെന്ന് അവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് നിങ്ങളെ കുറച്ച് കരയിപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് അവർ നിങ്ങളിൽ നിന്നും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചു അവർ മാറി നിന്നത്. പക്ഷേ നിങ്ങൾ മാറി നിന്നതിന് ശേഷം നിങ്ങളുടെ ഇടയിലെ ഗ്യാപ്പുകൾ വലുതാവുകയും അതിനിടയിൽ തേർഡ് പാർട്ടികൾ വന്ന് പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത് ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ലോങ് ഡിസ്റ്റൻസിലേക്ക് മാറിപ്പോവുക ചെയ്ത് ഇപ്പോൾ അവരുടെ കൺട്രോളിങ്ങിലും അല്ല നിങ്ങളുടെ കൺട്രോളിങ്ങിലും അല്ലാത്ത രീതിയിലാണ് പോകുന്നത്. അതുകൊണ്ട് അവർ ഇത്ര മാത്രമേ വിചാരിച്ചോളൂ, നിങ്ങളെ ഒരു മാറി നിന്നുകൊണ്ട് നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് മാത്രമാണ് അവർ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അവരുടെ കയ്യെത്തും ദൂരത്തല്ല നിങ്ങളെന്ന് മനസ്സിലായിരിക്കുന്നു. അതുകൊണ്ട് അവർക്കൊരു ഗ്രോത്ത് വേണം, ഒരു റിലേഷൻഷിപ്പിലൊരു ഗ്രോത്ത് വേണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ അവരുടെ മൈൻഡ് ഇപ്പോൾ ജഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് വന്നിരിക്കുന്നത്. പ്ലീസ് കെഡിമി മദ്രൈനോസ്, എന്തുകൊണ്ടാണ് ഇവിടെ ജഗിൾ ചെയ്യുന്ന സിറ്റുവേഷൻ വന്നിരിക്കുന്നത്? മാനസികാവസ്ഥയിൽ എന്തുകൊണ്ടാണ് അത് വന്നിരിക്കുന്നത്? നിങ്ങളുമായിട്ട് കുറച്ചു നേരം സംസാരിച്ചാൽ ഇതുവരെ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം സംസാരിച്ച് പരിഹരിക്കാൻ പറ്റുമെന്നവർ ചിന്തിക്കുന്നുണ്ട്. സംസാരിക്കണമോ വേണ്ടയോ എന്നവർ ടെൻഷനിലാണ്. എന്താണ് ചെയ്യേണ്ടത്? ഇനി നിങ്ങളെ കോളോ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ റിജക്റ്റ് ചെയ്യുമോ? നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള മറുപടി എന്താണ്? കാരണം അവർ അത്രത്തോളം നിങ്ങളെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളവരെ ഇഗ്നോർ ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്കത് ഈഗോ പ്രശ്നമാകും. വലിയ രീതിയിൽ അവരെ അത് ബാധിക്കുമെന്നുള്ളതാണ്. ഒരുപാട് സെൽഫ് ലവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അവർ. മറ്റുള്ളവരുടെ മുമ്പിൽ താന്നു കൊടുക്കുക എന്നുള്ളത് അവർക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും ഒരു കോൾ കട്ട് ചെയ്യേക്കോ അല്ലെങ്കിൽ ഒരു റിയാക്ഷനോ അങ്ങനെ എന്തെങ്കിലും വന്നിരുന്നാൽ തന്നെയും അവർക്കത് സഹിക്കാൻ കഴിയില്ല. എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ പോലും ഇപ്പം നീ എനക്ക് എന്നെ ഓർമ്മ വന്നോ എന്ന് പോലും ചോദിക്കുന്നത് ഒരുപക്ഷെ അവർക്ക് സഹിച്ചെന്ന് വരില്ല. ഓക്കെ, അതുകൊണ്ടാണ് അവരിപ്പം നിങ്ങളെ കോൾ ചെയ്യണമോ വേണ്ടയോ അല്ലെങ്കിൽ കുറച്ച് നേരം നിങ്ങളോട് സമയം ആവശ്യപ്പെടണമെന്ന് പുറത്ത് പോയി രണ്ടുപേർക്കും കൂടി സംസാരിക്കാം എന്നുള്ളതിന് നിങ്ങളടുത്ത് സംസാരിക്കണമെന്നുണ്ട്. പക്ഷേ അതിന് അവരുടെ മനസ്സ് അനുവദിക്കുന്നില്ല. ഓക്കെ, ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ഇവിടെ 9 ഓഫ് പെൻറ്റിക്കിളാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ തന്നെയാണ് ചിന്തിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് നല്ല ഗ്രോത്ത് ഉണ്ട്, നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ്, മറ്റുള്ളവരെ എല്ലാം കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, മറ്റുള്ളവരോട് സ്നേഹം കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ നിങ്ങൾ നിൽക്കുന്നിടത്ത് എല്ലാം സാമ്പത്തിക അനുഗ്രഹം വരും. നിങ്ങൾ ആരോടൊപ്പമാണോ അവർക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാകുമെന്ന് അവർ ചിന്തിക്കുന്നു. നിങ്ങളുടെ ഓറ പവർ വളരെ സ്ട്രോങ് ആണെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് രണ്ട് മൂന്ന് കാർഡ് എടുക്കാം. നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? പ്ലീസ് കെഡിമി മദർ യൂണിവേഴ്സ്, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? എൻ്റെ വ്യൂസിൻ്റെ പേഴ്സണെ പ്രതി, പേഴ്സൻ്റെ റിലേഷൻഷിപ്പിനെ പ്രതി എന്ത് സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്? നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ഓർക്കുമ്പോൾ തേർഡ് പാർട്ടിയെ കൂടിയാണ് ഓർക്കുന്നത്. അത് ഫാമിലി ആകാം, ലവ് തേർഡ് പാർട്ടി ആകാം. തേർഡ് പാർട്ടി കൊണ്ടുപോയി എന്നുള്ള ചിന്തയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഒരു ചീറ്റ് ചെയ്തു, ചീറ്റിങ്ങിൻ്റെ എനർജിയാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് വരുന്നത്. ഒരുപാട് സ്നേഹം കൊടുത്തിട്ട് ഇവിടെ 2 ഓഫ് കപ്പ് വന്നിരിക്കുന്നു. അൺകണ്ടീഷണലായിട്ട് നിങ്ങളെ കൊടുക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്തതിന് ശേഷവും നിങ്ങളെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് ആക്കിപ്പോയി ചതിച്ചു എന്നുള്ള ആ ഒരു ചിന്ത, ഒന്നിലധികം റിലേഷൻഷിപ്പിലേക്ക് കടന്നു പോയിരിക്കുന്നു അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ വാക്ക് കേട്ട് പോയിരിക്കുന്നു എന്നുള്ള ചിന്തയിലാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ അവരിപ്പോഴും നിങ്ങൾ സ്റ്റാർ തന്നെയാണ്. നിങ്ങൾക്ക് അവരെ ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റുന്നില്ല. നിങ്ങളെ ഏതെങ്കിലും വിധേന അവരെ ചേസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. സോഷ്യൽ മീഡിയയിൽ പരതുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഫോട്ടോയോ അല്ലെങ്കിൽ അവരെവിടെയാണ്, അവർ ഓൺലൈനിലുണ്ടോ, അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഫ്രണ്ട്സുകളോട് തിരക്കുക. അങ്ങനെ എങ്ങനെയെങ്കിലും നിങ്ങൾ അവരെക്കുറിച്ച് അറിയുവാൻ ഒന്നും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ടാറോട്ട് റീഡിങ്ങിലൂടെയെങ്കിലും നിങ്ങൾ അവരെക്കുറിച്ച് അവരുടെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയാൻ നിങ്ങൾ ശ്രമിക്കുന്നതായി കാണുന്നു. ഓക്കെ, 10 ഓഫ് കപ്പാണ്. അവർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷമുള്ളൂ. ഫുൾഫിൽമെൻ്റ് എന്ന് പറയുന്നത് അവർ തന്നെയാണ്. അവരില്ലാണ്ട് ഒന്നിലും സന്തോഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ള ഒരു എനർജിയാണ് വരുന്നത്. അവരില്ലെങ്കിൽ നിങ്ങൾ ഡെത്തായിരിക്കുന്നു. ഇപ്പം നിങ്ങളുടെ ശരീരം മാത്രമേ ഉള്ളൂ, ആത്മാവ് മരിച്ചു കിടക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അവർ കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് സന്തോഷമുള്ളത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ മരിച്ചു ജീവിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നാണ് ഇവിടെ കാണുന്നത്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലസ് യു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു വരട്ടെ. നിങ്ങളിലേക്ക് സന്തോഷവും സമാധാനവും കടന്നു വന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്.